കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണറാകും. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു. പുതിയ ഗവർണർ ആര് എന്നുള്ള തീരുമാനം ഉടൻ വരുമെന്നുള്ള വാർത്തകൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ആർ കിരൺ ബാബു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. കിരൺ, വിശദാംശങ്ങൾ. ആര്യ, കേരള ഗവർണർക്ക് സ്ഥാനമാറ്റം ഉണ്ടായിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറി ബീഹാറിലെ ഗവർണറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആർ കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബീഹാർ ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറാവുക. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഔദ്യോഗികമായ നടപടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറായി എത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇതിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. നേരത്തെ ബീഹാർ ഗവർണറായിരുന്നു അദ്ദേഹം. ഗോവയിൽ സ്പീക്കറായിരുന്നു. BJPയുടെ നേതാവും RSSലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്. ദീർഘകാലം ഗോവയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട BJP നേതാവ് കൂടിയാണ് അദ്ദേഹമാണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗവർണർ സ്ഥാനത്തിന് മാറ്റമുണ്ടാവും. ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള സർക്കാരുമായും നിരന്തരമായും മുഖ്യമന്ത്രിയുമായും കേരള സർക്കാരുമായിട്ടുള്ള ഒട്ടേറെ വിവാദങ്ങളിലൂടെ, രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ, സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അങ്ങനെ സംഭവബഹുലമായ ഒരു ഗവർണർ സ്ഥാനത്തിനാണ് ഇപ്പോൾ അവസാനം ആയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് പരസ്യമായി ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും സർക്കാരും തമ്മിലൊക്കെ ഏറ്റുമുട്ടുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടായിരുന്നു. മറ്റ് പല സംസ്ഥാനങ്ങളിലെ പോലെ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും തമ്മിൽ തമിഴ്നാട്ടിലും ബംഗാളിലുമൊക്കെ ഉണ്ടായതുപോലെ കേരളത്തിലും അത്തരത്തിലേക്കുള്ള ഏറ്റുമുട്ടലുകൾ പല കുറിയുണ്ടായിരുന്നു. പലപ്പോഴും ഇത് പരിധി വിടുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. കോടതിയിൽ വരെ ഗവർണറുമായിട്ടുള്ള കേരള സർക്കാരിന്റെ തർക്കം എത്തുന്ന അവസ്ഥയടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു പക്ഷേ കേരളത്തിന് സമീപകാലത്തുണ്ടായിരുന്ന ഗവർണർമാരിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ട ഒരു ഗവർണർ കൂടിയാണ്. പരസ്യമായി തന്നെ ഗവർണർക്കെതിരെയുള്ള വലിയ സമരങ്ങൾക്ക് അടക്കം കേരളം സാക്ഷ്യം വഹിച്ച ഒരു കാലം കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റേത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ മാറുകയാണ്. പകരം ബീഹാർ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായിരുന്നു. ഗോവയിൽ നിന്നുള്ള ഗോവ സ്പീക്കർ കൂടിയായിരുന്നു അദ്ദേഹം. ബീഹാറിന്റെ ചുമതലയുണ്ടായിരുന്ന ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാനെയാണ് പകരം ബീഹാറിന്റെ ചുമതലയുള്ള ഗവർണറായി നിയമിച്ചിരിക്കുന്നത്. ബീഹാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണക്കിലെടുത്താവണം ഗവർണർ സ്ഥാനത്ത് നിന്ന് ആരിഫ് മുഹമ്മദ് ഖാന് ഒരു മാറ്റം. അത് ബീഹാറിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്, അല്ലേ കിരൺ? അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയെ സംബന്ധിച്ചും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും വിശ്വസ്തനായ ഒരു ഗവർണർ കൂടിയായിരുന്നു. കേരള സർക്കാരുമായി നിരന്തരം പോരിലും അല്ലെങ്കിൽ നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നേരത്തെയൊക്കെ ഗവർണർ സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ അത്തരം ഒരു അന്തരീക്ഷത്തിന് പകരം അത്തരമൊരു പരസ്പര പോരിന്റെ അന്തരീക്ഷം നിലനിർത്തണം എന്ന് ഒരു പരിധിവരെ കേന്ദ്ര സർക്കാർ കൂടി ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. തമിഴ്നാടിന്റെ വിഷയമെടുത്താലും അതോടൊപ്പം തന്നെ ബംഗാളിന്റെ വിഷയമെടുത്താലും തന്നെ സമാനമായ രീതിയിലേക്കുള്ള പോര് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും തമ്മിൽ അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഗവർണർ സ്ഥാനത്തിനെതിരെ തന്നെ വലിയ മൂവ്മെന്റുകൾ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിലൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അത്തരം വിവാദങ്ങൾ നിരന്തരം സൃഷ്ടിക്കുവാനും അല്ലെങ്കിൽ നിരന്തരം വാർത്തകൾ ഇടം പിടിക്കുവാനും മാധ്യമങ്ങളോട് സാധാരണഗതിയിൽ ഗവർണർമാർ അധികം സംസാരിക്കാറില്ല അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അറിയിക്കാറില്ല. അത്തരം ഒരു പതിവ് തന്നെ തെറ്റിച്ചുകൊണ്ട് മാധ്യമങ്ങൾ
മാധ്യമങ്ങളോടടക്കം തൻ്റെ നിലപാടുകൾ തുറന്നു പറയുകയും സർക്കാരിനെതിരായിട്ടുള്ള തൻ്റെ അഭിപ്രായങ്ങൾ പരസ്യ വിമർശനമായി തന്നെ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാരിൻ്റെ നിരവധി തീരുമാനങ്ങൾ ഗവർണർ ഒപ്പിടാതിരിക്കുകയും ഒടുവിൽ അത് കോടതിയുടെ പരിഗണനയിൽ വരെ എത്തുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. അത്തരം ഒരാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് വീണ്ടും യു പിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് കൂടിയാണ്. മറ്റ് പ്രധാനപ്പെട്ട പല പാർട്ടികളിലും പല ഘട്ടങ്ങൾ കടന്നു വന്നതാണെങ്കിലും BJPയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് രാഷ്ട്രീയ എതിരാളികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിർണായകമായ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെ ഒരാളെ ഇപ്പോൾ BJPക്ക് കൂടി ഭരണ പങ്കാളിത്തമുള്ള അല്ലെങ്കിൽ BJP മുന്നണി ഭരിക്കുന്ന ഒരു നാട്ടിലേക്കാണ് ബീഹാറിലേക്കാണ് ഗവർണർ സ്ഥാനത്തേക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ അവിടെ നിയമിക്കുമ്പോൾ അതിന് പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി കണ്ടുകൊണ്ടാവണം ബീഹാറിൽ ഒരു കനത്ത മത്സരത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ RJD വലിയ ശക്തിയായി തന്നെ എതിരാളികളായി BJP JD സഖ്യത്തിന് എതിരാളികളായി നിൽക്കുന്നു. നിതീഷ് കുമാറും BJPയും തമ്മിലുള്ള സഖ്യത്തിന് മുന്നിൽ എതിരാളികളായി കോൺഗ്രസിൻ്റെയും RJDയുടെ നേതൃത്വത്തിലുള്ള ഒരു സഖ്യം ഒരു മഹാവികാസ് അഘാടി മുഖ്യ എതിരാളികളായി നിൽക്കുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാവണം ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അതിന് പകരമാണ് ബീഹാറിൻ്റെ ചുമതല ഉണ്ടായിരുന്നത്. ഒരു പരസ്പരം വെച്ചുമാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ബീഹാർ ഗവർണറെ കേരളത്തിൻ്റെ ഗവർണറായും കേരളത്തിൻ്റെ ഗവർണറെ ബീഹാറിൻ്റെ ഗവർണറായിട്ടുമാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലാവധി നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. പകരം ആളെ നിയമിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകുന്നതിന് പകരം ഇപ്പോൾ അദ്ദേഹത്തിന് ബീഹാറിൻ്റെ ചുമതല നൽകിയിരിക്കുകയാണ്. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം വിവാദങ്ങളുടെ നായകൻ കൂടിയായിരുന്നു ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ബീഹാറിലേക്ക് പോകുന്നു. പകരം എത്തുന്ന പുതിയ ഗവർണറും ആർലേക്കറും ഇത്തരത്തിൽ മറ്റൊരു RSS പശ്ചാത്തലമുള്ള നേതാവ് തന്നെയാണ്. ഈ മാറ്റം അത് നമ്മൾ ഏത് തരത്തിൽ വിലയിരുത്തണം? പോർമുഖത്തിന്റെ സാഹചര്യം അതെങ്ങനെ മാറുമെന്ന് നമുക്ക് കരുതണം ഈ ഘട്ടത്തിൽ? നിലവിലെ സാഹചര്യത്തിൽ കേരളത്തെക്കാൾ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും BJPക്ക് സംബന്ധിച്ചും പ്രധാനം ബീഹാർ പോലൊരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബീഹാറിനെ പോലെ സംസ്ഥാനത്ത് പൂർണ്ണമായും അത്തരം കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന അത്തരം രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ഗവർണറെ എത്തേണ്ടത് BJPക്ക് രാഷ്ട്രീയമായ ഒരു ആവശ്യം കൂടിയാണ്. ഇതുകൂടി കണക്കിലെടുത്താവണം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരാളെ ബീഹാറിൻ്റെ ഗവർണറായി തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ്, അല്ലെങ്കിൽ വോട്ട് ബാങ്കിൽ നിർണായകമായ ഒരു സ്ഥലം കൂടിയാണ് ബീഹാർ. അതും ഏറ്റവും പ്രധാനമാണ്. ബീഹാറിലെ മുസ്ലിം വോട്ടിൽ നല്ലൊരു ശതമാനവും ലാലു പ്രസാദ് യാദവിനോ കോൺഗ്രസിനോ ഒക്കെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. JDUവിനുണ്ടായിരുന്ന മുസ്ലിം വോട്ട് ബേസ് ഉണ്ടായിരുന്ന BJPയുമായുള്ള പല കാലങ്ങളിലായുള്ള ബന്ധത്തെ തുടർന്ന് പല കാലങ്ങളായി നിതീഷ് കുമാറിനൊപ്പം നിന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വലിയൊരു വിഭാഗം പിച്ചിലെ മുസ്ലിം എന്നുള്ള പറയുന്ന മുസ്ലിം ജനവിഭാഗത്തിൽ തന്നെ പിന്നാക്ക വിഭാഗത്തിൽ അത് കൂടുതൽ പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം വിഭാഗമായിരുന്നു ഒരു കാലത്ത് JDUവിൻ്റെ ശക്തിയായി നിന്നിരുന്നത്. അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിലായിരുന്നു അവർക്ക് ഒന്നാമത്തെ വിശ്വാസം ഉണ്ടായിരുന്നത്. കാലാകാലങ്ങളിലായി നിതീഷ് കുമാർ കഴിഞ്ഞ കുറേ വർഷത്തിനിടെ 6 തവണയാണ് അദ്ദേഹം മുന്നണി മാറുന്നത്. ഈ 6 തവണയും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തുന്നതോടൊപ്പം തന്നെ BJPയുമായി ചേർന്നു. ഇടയ്ക്ക് വീണ്ടും RJDയുമായും കോൺഗ്രസുമായും ചേർന്നു. ആ ഘട്ടത്തിലും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ആ സഖ്യം വിട്ട് വീണ്ടും BJP സഖ്യത്തിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും BJP സഖ്യം വിട്ട് RJD കോൺഗ്രസ് സഖ്യത്തിലേക്ക് പോയി വീണ്ടും BJP സഖ്യത്തിലേക്ക് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ബീഹാറിലെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ബീഹാറിലെ മുസ്ലിം ജനവിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു വോട്ട് ബാങ്ക്, ഇത്തരം പല കാരണങ്ങൾ BJP മുൻകൂട്ടി കാണുന്നുണ്ടാവണം. അല്ലെങ്കിൽ അതെല്ലാം കണക്കിലെടുത്താവണം ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്തരത്തിൽ സംസ്ഥാന സർക്കാരുമായി വേണമെങ്കിൽ തുറന്ന ഒരു പോരിനടക്കം തയ്യാറാവാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങളോടക്കം സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ബീഹാറിൻ്റെ ചുമതലയിലേക്ക് നൽകിയത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണെങ്കിലും നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തെക്കാൾ കേന്ദ്ര സർക്കാരിനും BJPക്കും പ്രധാനമായി നിൽക്കുന്നത് ബീഹാറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ അത്തരത്തിൽ BJPക്ക് രാഷ്ട്രീയമായി വിശ്വസിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ അവർ ബീഹാറിന്റെ ഗവർണർ സ്ഥാനത്തേക്ക്